Once again, welcome back to KCS Classes. KCS Classesന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. This is Kiran CS. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com 4 സെമസ്റ്റർ എക്സാംസിൽ അവസാനമായി നടക്കാനുള്ളത് ഫിനാൻസ് സ്പെഷ്യലൈസ് ചെയ്തുള്ള കുട്ടികളുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ള സബ്ജക്റ്റ് ആണ് ഇന്റർനാഷണൽ ഫിനാൻസ്. നമ്മൾ ഈ ഒരു പേപ്പറിന്റെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസിന്റെ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ളതാണ്. കാണാത്തവരുണ്ടെങ്കിൽ കാണാം. സ്മാർട്ട് സ്റ്റഡിക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന ഓരോ പാർട്ടിലുള്ള ചോദ്യങ്ങളുടെ ഡിസ്കഷൻ ആണ് നമുക്ക് ചെയ്യാനുള്ളത്. ഇന്നത്തെ വീഡിയോയില് പാർട്ട് സിയില് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന essay ചോദ്യങ്ങളാണ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. വീഡിയോയിലോട്ട് പോണേക്കാൾ മുമ്പ് പറയാനുള്ളത് നമ്മുടെ സ്ഥാപനം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി M.Com എല്ലാ സെമസ്റ്ററിലെയും ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ലൈവ് ക്ലാസ് ഗൂഗിൾ മീറ്റിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നു. വീഡിയോ ക്ലാസിന്റെ റെക്കോർഡും ആക്സസ് ചെയ്യാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും പഠിച്ച് ഡൗട്ട് ഉള്ളത് ചോദിക്കാനുള്ള അവസരം ഉണ്ടെന്നുള്ളതാണ്. ഇതുവരെയുള്ള നമ്മുടെ റിസൾട്ട്സ് ഒക്കെ സൂപ്പർ റിസൾട്ട്സ് ആണ് കേട്ടോ. സോ നമ്മുടെ ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ച് നല്ല മാർക്ക് മേടിക്കാൻ താല്പര്യമുള്ള കുട്ടികൾക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം, ക്ലാസ്സസ് ആക്സസ് ചെയ്യാം. ഓക്കെ, സോ നമുക്ക് എന്തെങ്കിലും വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ പാർട്ട് സിയിലെ 4 essay ചോദ്യങ്ങൾ വരും. 2 ആൻസർ ചെയ്താൽ മതി. നമ്മൾ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കുന്ന ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസിലോട്ട് പോകുമ്പോൾ നമ്പർ 1 മിക്കതും എക്സ്ചേഞ്ച് റേറ്റ് തിയറീസ് ഉണ്ട്. അതിൽ ഏതെങ്കിലും ഒരെണ്ണം പ്രതീക്ഷിക്കുന്നുണ്ട്. ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ് എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, അതുപോലെ തന്നെ എക്സ്പ്ലെയിൻ ഇൻ ഡീറ്റെയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദി പർച്ചേസിങ് പവർ നിർബന്ധമായും പഠിക്കണം. പാരിറ്റി തിയറി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് നിർബന്ധമായും പഠിക്കണം കേട്ടോ. ഇതിനായിട്ട് മുമ്പ് 2 പ്രാവശ്യം ചോദിച്ചിട്ടുള്ള ഒരു essay ചോദ്യമാണ് കേട്ടോ. സോ ഇതാണ് ആദ്യത്തെ സജഷൻ. മൂവിങ് ടു നമ്പർ 2, രണ്ടാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നതാണ് ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. അത് നോക്കണം. ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം മാറി വരും. ക്രിട്ടിക്കലി എക്സാമിൻ ദ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി. അതും നോക്കണം കേട്ടോ. സോ ഇതാണ് മറ്റൊരു ക്വസ്റ്റ്യൻ. മൂവിങ് ടു നെക്സ്റ്റ് സജഷൻ, മൂന്നാമതായിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിനെ പറ്റിയിട്ടുള്ളത് വരാറുണ്ട്. അതുപോലെ തന്നെ ഇന്റർനാഷണൽ ഫിനാൻസിന്റെ ബേസിക്സ്. അപ്പൊ അത് പറയാം. ദി റോൾ ഓഫ് IMF വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇൻ ഇന്റർനാഷണൽ ഫിനാൻസ് മറ്റൊരു ക്വസ്റ്റ്യൻ. ദെൻ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റും ഇമ്പോർട്ടൻ്റ് ആണ്. ദി സിഗ്നിഫിക്കൻസ്, എക്സ്പ്ലെയിൻ ദ സിഗ്നിഫിക്കൻസ് അതുപോലെ തന്നെ ആൻഡ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ്. ഓക്കെ, മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, നിർബന്ധമായും പഠിക്കുക. ഇനി നമ്മൾ പ്രതീക്ഷിക്കുന്ന മറ്റൊരു ചോദ്യമാണ് സിഗ്നിഫിക്കൻസ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അതിപ്പോ ഇത് തന്നെയാണ്, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് അതുപോലെ തന്നെ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് രണ്ടും സെയിം ആണ്. ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ് ഓക്കെ, അപ്പൊ അത് നോക്കിയിരിക്കണം. പിന്നെ നമ്മൾ ഇതിനായിട്ട് മുമ്പ് കണ്ടുവന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്രിട്ടിക്കലി എക്സാമിൻ ദി റീസെന്റ് ട്രെൻഡ്സ്. എക്സാമിൻ ദ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഗ്ലോബൽ ഫൈനാൻഷ്യൽ മാർക്കറ്റ് പഠിക്കേണ്ട ഒരു ചോദ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. എക്സ്പ്ലെയിൻ ദ ടൈപ്സ് ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷർ പ്രതീക്ഷിക്കുന്ന ഒരു ചോദ്യമാണ്, നിർബന്ധമായും പഠിക്കുക. ദെൻ ഇനി നമ്മൾ ഇതിനായിട്ട് മുമ്പ് കണ്ടിട്ടുള്ള തന്നെയാണ് ബ്രെട്ടൺ വുഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റത്തിനെ പറ്റിയിട്ട്. ചില സമയത്ത് അത് 5 മാർക്കിനും വരാറുണ്ട്.
അപ്പോൾ അത് നോക്കണം കേട്ടോ. എന്താണ് ബ്രിട്ടൻ വുഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം? ഓക്കെ, ബ്രിട്ടൻ വുഡ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ളതാണ്. അതുപോലെ തന്നെ റീസൺസ് ഫോർ അതിൻ്റെ കൊളാപ്സിൻ്റെ റീസൺ ഫോർ കൊളാപ്സ് ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുള്ള ഒരു ചോദ്യമാണ് ബ്രിട്ടൻ വുഡ് സിസ്റ്റം. ബ്രിട്ടൻ വുഡ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നെക്സ്റ്റ് ഒരു സജഷൻ നൽകാനുള്ളത് ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് ഒരു പ്രാവശ്യം വന്നിട്ടുണ്ട്, നോക്കണം. ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്? ഇതിനായിട്ട് മുമ്പ് വന്നിട്ടുണ്ട്. ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് എക്സ്ചേഞ്ച് റേറ്റ്, ഇതിനെ എഫക്ട് ചെയ്യുന്ന ഫാക്ടേഴ്സ്. ഓക്കെ, ഫാക്ടേഴ്സ് എന്തൊക്കെയാണ് എഫക്ട് ചെയ്യുന്നത്? ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഓക്കെ എക്സ്ചേഞ്ച് റേറ്റ്. ഇതൊക്കെയാണ് നമുക്ക് മെയിനായിട്ട് പറയാനുള്ള. ഇനി ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ നേരത്തെ പറഞ്ഞു തോന്നുന്നുണ്ട് അല്ലേ? സിഗ്നിഫിക്കൻസ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് ഞാൻ പറഞ്ഞില്ലേ, സിഗ്നിഫിക്കൻസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്ട്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റിന്റെ ഒരു 2-3 പ്രാവശ്യത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ വന്നിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് മെയിനായിട്ട് നിങ്ങൾ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഒന്ന് പറയുകയാണെങ്കിൽ എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, അതുപോലെ തന്നെ പർച്ചേസിംഗ് പവർ പാരിറ്റി തിയറി ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ ഇൻട്രസ്റ്റ് റേറ്റ് പാരിറ്റി തിയറി ചോദിച്ചിട്ടുണ്ട്. പിന്നെ റോൾ ഓഫ് IMF ഇൻ ഇന്റർനാഷണൽ ഫിനാൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ദെൻ ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് റിപ്പീറ്റ് ചോദ്യമാണ്. സിഗ്നിഫിക്കൻസ് ആൻഡ് ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് ഇന്റർനാഷണൽ ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ ഫോറിൻ ഇൻവെസ്റ്റ്മെന്റ്. അതുപോലെ തന്നെ റീസെന്റ് ട്രെൻഡ്സ് ഇൻ ഗ്ലോബൽ ഫിനാൻഷ്യൽ മാർക്കറ്റ്, പിന്നെ ഫോറിൻ എക്സ്ചേഞ്ച് എക്സ്പോഷറിൻ്റെ ടൈപ്സ്, ബ്രിട്ടൻ വുഡ്സ് എക്സ്ചേഞ്ച് റേറ്റ് സിസ്റ്റം, അതിൻ്റെ റീസൺസ് ഫോർ കൊളാപ്സ്, അതുപോലെ തന്നെ ഇക്വിലിബ്രിയം എക്സ്ചേഞ്ച് റേറ്റ് എന്താണ്, അതിൻ്റെ ഫാക്ടേഴ്സ് എഫക്റ്റിംഗ് എന്തൊക്കെയാണെന്നുള്ളൊരു ചോദ്യം. സോ ഇതൊക്കെയാണ് നമ്മൾ പാർട്ട് സിയിൽ ഉറപ്പായും പ്രതീക്ഷിക്കുന്ന SC ചോദ്യങ്ങളുടെ ഡീറ്റെയിൽസ്. ക്ലാരിറ്റി കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. ആദ്യത്തെ കുറച്ച് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കുന്ന ഇതാണ്. ദെൻ നെക്സ്റ്റ് ഉറപ്പായും പ്രതീക്ഷിക്കുന്ന പാർട്ട് എയിലുള്ള 2 വെയിറ്റേജിന്റെ ചോദ്യങ്ങളും പാർട്ട് ബിയിലുള്ള 3 വെയിറ്റേജിന്റെ ചോദ്യങ്ങളുമായിട്ട് എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ മുമ്പിൽ എത്താമെന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു. ദിസ് ഇസ് കിരൺ CS സൈനിങ് ഓഫ്. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു.